ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഫ്യൂച്ചർ എന്തായിരിക്കും. എന്ത് കറണ്ട് ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഏഞ്ചൽ അഡ്വൈസസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി ഇരിക്കുക. പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. High Priestess, Hermit, Seven of Swords, Six of Swords, Wheel of Fortune, Knight of Wands, Page of Cups, Moon card, King of Cups and Page of Swords. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 10 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് നമുക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഇപ്പോൾ ഹിഡൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഹിഡൻ ആണ്. നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഉള്ളൊരു ഫീലാണ് കറൻ്റ്ലി ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. സെയിം ഇത് തന്നെയാണ്. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പം നിങ്ങളിൽ നിന്നും കുറച്ച് ഇമോഷണൽ ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുകയാണ്. ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും കറൻ്റ്ലി. ആ ഒരു ഫേസിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ രണ്ടുപേരും ഒന്നും കൂടെ റീവാലുവേറ്റ് ചെയ്യുകയാണ്, ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആകാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലിപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കുന്നത്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നിങ്ങൾ തമ്മിൽ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടൈം, അല്ലെങ്കിൽ ഒരുപാട് വേദനാജനകമായ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്നും പിന്മാറാൻ പോകുന്നു എന്നൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹീലാകാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലരും ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. ചിലർ തിരിച്ച് വരണം എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഹീലാകണം അല്ലെങ്കിൽ ഹീലാകുന്നു എന്നൊരു ഫേസാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു മേജർ ചേഞ്ച് വരാൻ പോകുന്നു. ഒരു അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് സൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവർത്തികൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ദേഷ്യം വന്നിട്ടോ അല്ലെങ്കിൽ വിഷമം ആ ഒരു ഇമോഷണൽ ഫേസിലിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഡിസിഷൻസ് എടുക്കരുത് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പല്ല, ഒരു കാര്യത്തിലും നിങ്ങൾ ആ ഒരു എക്സ്ട്രീം ഇമോഷണൽ ഫേസിലിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. മേ ബി എടുത്തുചാട്ടം കൂടുതലാണ് എന്ന ഒരു ഇതായിരിക്കും. അങ്ങനെ എടുക്കരുത് എന്നൊരു മെസ്സേജാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു റൊമാൻസും അതുപോലെ തന്നെ ആ ഒരു ലവും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക്
എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു സോറി അല്ലെങ്കിൽ ഒരു അപ്പോളജി ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. അതല്ല, നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ ലവ് റിലേഷൻ നിങ്ങൾ ഒരാളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നു എന്നൊരു മെസ്സേജുമുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. സോ മൂണെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കറൻ്റ്ലി ഉള്ള ഒരു എന്തൊക്കെയോ ഭയം അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡൗട്ടുകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു ഫേസ്. അപ്പം നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണ് സത്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആ ഒരു ഫേസിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക ആൻഡ് എന്താണ് എന്നുള്ളത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അത് ആ ഒരു ഇമോഷണൽ ബാലൻസിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് റോള്, അതായത് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ച് വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും, മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യും, വീണ്ടും പഴയ പോലെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെ ഭയം കൊണ്ട് നിങ്ങൾ എടുത്തു ചാടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നാണ് കറൻ്റ്ലി വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ സ്റ്റോക്കിങ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഭയക്കുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഓർക്കുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളാകെ കൂടി ഒരു കൂട്ടിക്കുഴച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ചുമ്മാ ഓരോ ഡൗട്ടുകളും പിന്നെ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടി ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ എന്താണ് എന്നുള്ളത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ 10 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പെയിൻഫുൾ എൻഡിങ് ആയിരിക്കും വരിക. നമ്മൾ നേരത്തെ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടില്ലേ, ഒരു ചേഞ്ച്, മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ നിറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു ഹാർട്ട് ബ്രോക്ക് സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കാം പോകുന്നത്. പിന്നെ ഇവിടെ നമുക്കുള്ളൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ്, ആ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളുടെ ലൈഫിൽ അത് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ബിഗിനിങ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. സോ അതിനൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഹീലാകുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക. എന്തായാലും സത്യം എന്താണോ അത് റിവീലാകാൻ പോകുന്നുണ്ട്. അതല്ല, ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ലവ് പ്രപ്പോസലോ അങ്ങനെ എന്തെങ്കിലും വരാൻ പോകുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞിരുന്നു, മേ ബി അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇടപെട്ടത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു മേജർ ചേഞ്ച് വരാൻ പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽസിൽ നിന്നും എന്ത് ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ മെസ്സേജാണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സെക്കൻഡ് വൺ 10 ഓഫ് കപ്സ് ആൻഡ് ഫൈനലി 4 ഓഫ് സ്വോർഡ്സ്. സോ ഏഞ്ചൽസ് ഇപ്പോൾ നമ്മളടുത്ത് പറയുന്നത് കറക്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്തിലും നമ്മളുടെ ഹാപ്പിനെസ്സിലുമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മളുടെ ഹാപ്പിനെസ് ആയാലും എന്തും നമ്മൾ മറ്റൊരു വ്യക്തിയിൽ ആകരുത്. നമ്മൾ നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്ത് ആ ഒരു ഗ്രോത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ട്രൂ ലവ് അതൊക്കെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നമ്മളിൽ വന്ന് ചേരും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെ തേടി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും. നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ആ ഒരു ഹാപ്പി ലവ് റിലേഷൻഷിപ്പൊക്കെ
വരുന്നുണ്ട്. യൂണിവേഴ്സ് ഇതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ പോകുന്നു. എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ആകാൻ പോകുന്നു. തിരിച്ച് ആ ഒരു സമാധാനവും സ്നേഹവും ട്രസ്റ്റും എല്ലാം റീബിൽഡ് ആകപ്പെടും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ഈ ഒരു സോൾമേറ്റുമായിട്ട് നടക്കും എന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് അവിടെ കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ റീഡ് ചെയ്ത പോലെ അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഹീൽ ചെയ്യുക, നിങ്ങൾ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്നതൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. ഏഞ്ചൽസ് ഇപ്പോൾ നിങ്ങളടുത്ത് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുക്കുക, നിങ്ങൾ ഹീലാകുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓവർ തിങ്കിങ്ങും ഇമോഷണലി ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക, കരയുക, അതൊക്കെ ഒന്ന് തൽക്കാലം കുറച്ച് സ്റ്റോപ്പ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിശ്രമിക്കേണ്ട ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്, മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അതായത് സത്യം, ട്രൂത്ത് എന്താണോ അത് റിവീലാകും. യൂണിവേഴ്സ് തന്നെ റിവീൽ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഒരു ഹാപ്പി ലവ് റിലേഷൻഷിപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സൈഡിൽ നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയറായി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. external influence. 19 are this year. W J trust. August 18 L 5 29. Communicate openly. E G 17 communication, fear. U F 23 4 July. Listen actively. Next year. N Saturday. Wait. B M afternoon, morning. V December. A be honest. 16 expectation. March 26 spend quality time. 2
നവംബർ ട്രസ്റ്റ് ഇഷ്യൂസ്, K 27 10. സോ ഇത്രയാണ് നമുക്ക് ക്ലൂസിൽ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.